മറ്റുള്ളവർ എപ്പോഴും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് ആദ്യത്തെ 4 സെക്കൻഡ്സിലായിരിക്കും. ഈ 4 സെക്കൻഡ്സിൽ എങ്ങനെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് സോഫ്റ്റ് ആൻഡ് ടെക്നിക്ക്. സോഫ്റ്റ് ആൻഡ് എന്ന വാക്ക് ഒരു ചുരുക്കപ്പേരാണ്. ഇതിൽ എസ് സ്മൈലാണ്, ഒ ഓപ്പൺ ജസ്റ്റർ ആണ്, എഫ് ഫോർവേഡ് ലീൻ ആണ്, ടി ടോൺ ഓഫ് വോയിസ് ആണ്, ഇ ഐ കോണ്ടാക്ട് ആണ്, എൻ നോഡാണ്. ഞാനൊരു റിയൽ ലൈഫ് സിനാരിയോ പറയാം. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സോഫ്റ്റ് ആൻഡ് ടെക്നിക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു. നിങ്ങൾ ഇൻ്റർവ്യൂ റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് 3 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളിവിടെ യൂസ് ചെയ്യേണ്ടത് സോഫ്റ്റ് ആൻഡ് ടെക്നിക്കാണ്. ആദ്യം ചെയ്യേണ്ടത് സ്മൈലാണ്. ഒരു വാം സ്മൈൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട്. നിങ്ങളെ കാണുന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യണം. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ ജസ്റ്ററാണ്. ഒരിക്കലും കൈകൾ ഇതുപോലെ ചുരുട്ടിയൊന്നും പിടിക്കരുത്. എപ്പോഴും കൈകൾ ഓപ്പൺ ആയിരിക്കണം. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഫോർവേഡ് ലീനാണ്. എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് കസേരയിൽ ചാഞ്ഞിരിക്കരുത്. എപ്പോഴും മുന്നോട്ടൊന്ന് ആഞ്ഞു വേണം ഇരിക്കാനായിട്ട്. ഇത് വെളിവാക്കുന്നത് അവരിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളതാണ്. നാലാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടോൺ ഓഫ് വോയിസിലാണ്. നിങ്ങളുടെ ടോൺ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ കോൺഫിഡൻറ്റും ആയിരിക്കണം. ഒരിക്കലും സംസാരിക്കുന്ന സമയത്ത് റഷ് ഫീൽ ചെയ്യരുത്. നിങ്ങളുടെ സംസാരത്തിൽ ഒരിക്കലും ഭയവും ഉണ്ടാവരുത്. ഇത് രണ്ടും ശ്രദ്ധിക്കണം. അഞ്ചാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഐ കോണ്ടാക്റ്റിലാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു 3 പേരാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മുഴുവനും ഈ 3 പേരുമായിട്ടും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരാളെ മാത്രം നോക്കി ഒരിക്കലും സംസാരിക്കരുത്. കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ആറാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോഡാണ്. അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെറുതായി തലയിങ്ങനെ ആട്ടുക. അതിൻ്റെ അർത്ഥം അവരെ നിങ്ങൾ ലിസൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാം, ഇയാൾ ഫ്രണ്ട്ലി ആണ്, അതോടൊപ്പം തന്നെ ഇയാൾ വളരെ കോൺഫിഡൻറ്റുമാണ്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്തോ, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ, ഒരു സെയിൽസ് കോൾ ചെയ്യുന്ന സമയത്തോ ഈ സോഫ്റ്റ് ആൻഡ് ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഓൾവേസ് പെർഫെക്റ്റ് ആയിരിക്കും. ഈ ടെക്നിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള ടിപ്സുകൾക്ക് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.